നിപ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കൽ ലാബ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തിക്കും. 350 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 68 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുകയാണ്. ഇന്ന് 9 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത്. മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4 പേരും അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, 2 പേർ സെക്കൻഡറി കോണ്ടാക്റ്റ്. പാലക്കാട് ജില്ലയിൽ 2 പേരാണ് ഉള്ളത്. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവർ 101 പേരാണ്. ഇന്നലെ പറഞ്ഞതുപോലെ 68 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല. മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഇന്നലെ പരിശോധിച്ച സാമ്പിളുകളൊക്കെ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് 9 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഫലം എപ്പോഴത്തേക്ക് ലഭ്യമാകും? നിലവിൽ ഈ ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ തുടരുന്നു? ആകെ പോസിറ്റീവ് ആകാൻ നമുക്ക് മനസ്സുകൊണ്ട് ഒരു ഊർജ്ജമുണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം, ആശങ്ക ഒഴിയണം. അതിന് ഈ ഫലങ്ങൾ നെഗറ്റീവ് ആകണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ 14-കാരൻ്റെ മരണം ഉണ്ടായ ഖേദകരമായ വാർത്ത വന്നപ്പോഴും കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് ഇന്നലെ വന്നത്. ഇന്നലെ പരിശോധിച്ച എല്ലാ സാമ്പിളുകളും നെഗറ്റീവായിരുന്നു. ഇന്ന് 9 മാത്രമല്ല, അത് 13 9 സാമ്പിളുകൾ കോഴിക്കോട് മാത്രം പരിശോധിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് 4 സാമ്പിളുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ആകെ 13 സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം. അങ്ങനെ ജില്ലയ്ക്ക് പുറത്തുള്ള പാലക്കാടും തിരുവനന്തപുരത്തും ഉൾപ്പെടുന്ന രോഗിയുമായി സമ്പർക്കത്തിൽ വന്നവരുടെ ഫലങ്ങളാണ്, സ്രവ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഊർജിതമായി തന്നെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആരോഗ്യ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമായി തന്നെ കൂടുതൽ കേസുകളിലേക്ക് എത്താതെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ രോഗത്തെ പിടിച്ചു കെട്ടിയ പോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അതിനായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പാണ്ടിക്കാടും ആനക്കയത്തും നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 350 പേരാണ് ആകെ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 101 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ രോഗ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഈ കുട്ടി ഈ വീടിന് സമീപമുള്ള മരത്തിൽ നിന്ന് കാട്ടമ്പഴങ്ങ കഴിച്ചിരുന്നു. ഇവിടെ വവ്വാലിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. ഇതാണോ രോഗ ഉറവിടമെന്ന് പരിശോധിച്ച് വരികയാണ്. കേന്ദ്ര സംഘം ഇവിടെ ICMRൻ്റെ സംഘം ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തി സ്ഥിതിഗതി വിലയിരുത്തും. വൈകിട്ട് ഒരു യോഗം കൂടി ചേരുന്നുണ്ട്, അവലോകന യോഗം. അതിനുശേഷം ഈ 13 സാമ്പിളുകളുടെയും ഫലം എന്തായാലും നമ്മളെ അറിയിക്കും എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ. നെഗറ്റീവായിട്ടുള്ള ഈ ഫലങ്ങളുടെ നെഗറ്റീവ് വാർത്ത കേൾക്കാനായി തന്നെയാണ് എന്തായാലും കേരളം കാത്തിരിക്കുന്നത്. മാധു.